കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അങ്ങക്ക് മറുപടി പറയാം. കേരളത്തോട് ചിറ്റമ്മ നയം പുലർത്തുകയാണ്, വയനാട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വലിയ വിഹിതം വന്നെത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വിഹിതങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തിന് ഒന്നും തരുന്നില്ല BJP കേന്ദ്ര സർക്കാർ എന്നുള്ള മുദ്രാവാക്യം കുറെ കാലമായി നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ മുടങ്ങാൻ തുടങ്ങിയിട്ട്. അതെന്താണ് നീലിമ, ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ അവരോട് മറന്നുപോകും. ഈ നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ചയാവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ, ഉരുളിപ്പൊട്ടലാവട്ടെ ഉണ്ടാവുമ്പോൾ പണ്ട് കാലത്ത് എന്താ ചെയ്യുക? ഒരു കേന്ദ്ര സംഘം വരും, എന്നിട്ട് അവര് ഹെലികോപ്റ്ററിലൊക്കെ ഒന്ന് കറങ്ങും. ചിലപ്പോൾ മന്ത്രിമാരും ഉണ്ടാവും അതിനകത്ത്. എന്നിട്ട് അവർ അസസ് ചെയ്യും. അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അസസ് ചെയ്യും. അസസ് ചെയ്തിട്ടാണ് ഈ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക. എന്നാൽ 2005 ആ വർഷം ഓർക്കണം, 2005 മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ UPA സർക്കാർ, അതായത് അന്ന് ഇടതുപക്ഷം സഹായിക്കുന്ന ഗവൺമെന്റാണ്, അവരൊരു നിയമം കൊണ്ടുവന്നു, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ദേശീയ ദുരന്ത നിവാരണ നിയമം. ആ നിയമത്തിലൊരു സംവിധാനം കൊണ്ടുവന്നു. അതായത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഓരോ സംസ്ഥാനത്തിനും ഒരു ഫണ്ട് ഉണ്ടാവണം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട്. ആ ഫണ്ടിലേക്ക്, ആ ഫണ്ടിനാവശ്യമായ തുകയുടെ 70% കേന്ദ്രവും 30% സംസ്ഥാനവും അത് സംഭാവന ചെയ്യണം, അല്ലെങ്കിൽ നീക്കി വെക്കണം. ദുരന്തം ഉണ്ടാവും, ഇല്ലാതിരിക്കും. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തേക്ക്, 2021 മുതൽ 26 വരെയുള്ള കേരളത്തിലെ 5 വർഷത്തേക്ക് 1800 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിൽ 1300 കോടി രൂപ കേന്ദ്രവും ഏതാണ്ട് 500 കോടി രൂപ സംസ്ഥാനവും കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഓരോ വർഷവും ആ തുകയിലേക്ക് കുറേശ്ശെയായി കൊടുത്ത് 5 വർഷം കൊണ്ട് 1800 കോടിയാക്കണം. ഇത് ഇവിടെ ഒരു ഫണ്ടായി കിടക്കുക. ഇപ്പൊ ഇന്നലെ 153 കോടി രൂപ പ്രഖ്യാപിച്ചല്ലോ. അതെന്തിനാണ് പ്രഖ്യാപിച്ചത്? അത് ഈ ഫണ്ടിലേക്കുള്ളതാണ്. ദുരന്തം ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഫണ്ട് അവിടെ വേണം. ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. ഇതൊരു വളരെ നല്ല സിസ്റ്റമാണ്. ആ സിസ്റ്റം കൊണ്ടുവന്നവർ തന്നെ, അവർക്ക് തന്നെ ഓർമ്മയില്ല. ഇതിപ്പോ ഏതുപോലെ അറിയോ? പണ്ട് CIA നിയമം വന്നപ്പോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിരുന്നു, BJP ഇപ്പോൾ CIA കൊണ്ടുവരും, നാളെ NPR കൊണ്ടുവരും, മറ്റന്നാൾ NRC കൊണ്ടുവരുന്നു. ഈ NPR ആരാ കൊണ്ടുവന്നത്? 2011 ചിദംബരം കൊണ്ടുവന്നതാണ്. അവർക്കത് ഓർമ്മയില്ല. ആദ്യത്തെ NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കാർഡ്, NPR കാർഡ്, ആദ്യത്തെ കാർഡ് കൊടുത്തത് പ്രതിഭ പാട്ടേലിനാണ്. അന്നത്തെ കോൺഗ്രസിന്റെ നോമിനിയായി രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടേലിനാണ്. ഇതൊക്കെ കോൺഗ്രസ്സുകാരോട് മറന്നുപോയി. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ പറഞ്ഞു നാഷണൽ ഹൈവേ. ഈ ജി സുധാകരനുണ്ട്, കഴിഞ്ഞ പിണറായി ഭരണത്തിലെ PWD വകുപ്പ് മന്ത്രി. അങ്ങോട്ട് പറഞ്ഞത് എന്താ അറിയോ? UPA സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയി. അവർ ഡൽഹിക്ക് തിരിച്ചുപോയി. നാഷണൽ ഹൈവേ ഇവിടെ അതായത് റിനോവേറ്റ് ചെയ്യാൻ, വീതി കൂട്ടാൻ ഉള്ള ശ്രമം അവസാനിപ്പിച്ചു. നിതിൻ ഗഡ്കറി വന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ അതിന് പണം തരാം. അങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ ദ്രുതഗതിയിലാക്കി, പണം കൊടുത്തു. അതിൽ ഭൂമി ഏറ്റെടുക്കാൻ 20,000 കോടി രൂപ ചെലവായി. അതിൽ 5,000 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന സർക്കാർ എടുത്തു. ഈ ഹൈവേ ഉണ്ടാക്കാൻ മൊത്തം 62,000 കോടി രൂപയാണ്. അപ്പോ അതിൽ ഏതാണ്ട് 57,000 കോടി രൂപ കേന്ദ്രം എടുക്കുന്നു. എന്നിട്ട് 644 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ പണി ഏതാണ്ട് കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ പണി കഴിഞ്ഞു. ആ കൂരിയാട് മാത്രം ചെറിയ കുഴപ്പമുണ്ട്. കേരളത്തിൽ 7 മാസം മഴ പെയ്യുന്ന സ്ഥലമാണ്. വയൽ നികത്തിയിട്ടും കുന്നിടിച്ചിട്ടുമാണ് ഹൈവേ ഉണ്ടാക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴ ദിവസങ്ങളോളം പെയ്യുമ്പോൾ അവിടെ എവിടെയൊക്കെ ഇടിയും. അപ്പൊ ഹൈവേ തന്നെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതെ ആപ്പീസ് പൂട്ടിപ്പോയ ആളുകൾ ഇപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഹൈവേ ഉണ്ടാക്കുമ്പോൾ മഴയത്ത് അവിടെയോ ഇവിടെയോ ഇടിഞ്ഞാൽ അത് വലിയ ബഹളമാക്കുകയാണ്. അപ്പൊ ഇതാണ് സ്ഥിതി. പിന്നെ ഹജ്ജ് കോട്ടയെ പറ്റി പറഞ്ഞു. ഹജ്ജിൽ ഒരു കാലത്ത് മന്ത്രിമാർക്ക് കോട്ടയുണ്ടായിരുന്നില്ലേ? MP മാർക്ക് കോട്ടയുണ്ടായിരുന്നില്ലേ? അതൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ ആൾക്കാർ
നുഴഞ്ഞു കയറിയത്, തിരികെ കയറ്റിയത്. ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും ഹജ്ജ് കോട്ടയിൽ ഒരു ആളെ ശുപാർശ ചെയ്യാൻ പറ്റില്ല. പരിപൂർണമായി സുതാര്യമായി, അതായത് സാക്ഷി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുട്ടി അദ്ദേഹം പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ പോലും ഒരാളെ തിരികെ കയറ്റാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് അത് ലോട്ടിട്ട് അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അത് ഇത്ര സുതാര്യമായി നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇപ്പൊ പറയാം. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കണം. 400 കോടി രൂപയുടെ വികസനം. വടകര റെയിൽവേ സ്റ്റേഷൻ 100 ചില്ലാനം കോടി രൂപ ചെലവഴിച്ച് അതിമനോഹരമായി വികസിപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഹുബ്ബള്ളിയാണ് 1ാം സ്ഥാനത്ത്, 2 കൊല്ലമാണ്. അതായത് പ്ലാറ്റ്ഫോമിന്റെ നീളത്തിൽ. ആ റെയിൽവേ സ്റ്റേഷനിൽ 400 കോടി രൂപ, എറണാകുളം സൗത്ത് 400 കോടി രൂപ, എറണാകുളം നോർത്ത് 400 കോടി രൂപ, ഷൊർണൂരിൽ, കാസർഗോഡ്, പയ്യന്നൂര്, തിരൂര്, കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ ഉൾപ്പെടെ 32 റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ നിലമ്പൂരിൽ ഞങ്ങൾക്ക് മാത്രം വോട്ട് കൂടിയത്. 50 വോട്ടെങ്കിൽ 50 വോട്ട് കൂടിയില്ലേ? ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ UDF-ന് സാധിച്ചില്ലല്ലോ. 790 വോട്ട് കുറഞ്ഞതല്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ റെയിൽവേ മേഖലയിൽ, നാഷണൽ ഹൈവേ മേഖലയിൽ, കഞ്ചിക്കോട്ടെ IIT ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടക്കുന്ന വലിയ മാറ്റം, ആ മാറ്റം വോട്ടാവും. പിന്നെ കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത്, ഗരീബ് കല്യാൺ അന്ന യോജന, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ, മാതൃവന്ദനം, ഇതൊക്കെ കേരളത്തിന് വോട്ടാവും. അത് വോട്ടായതാണ് ഇപ്പൊ 20% എത്തിയത്. പിന്നെ ഇവർ ഒരു കാര്യം മറക്കണ്ട, ഒരു ത്രികോണ മത്സരത്തിൽ 33.3% വോട്ട് കിട്ടിയവൻ എന്തും ആവും, എന്തും ആവാം. പണ്ട് ഉത്തർപ്രദേശിൽ BJP 91 അധികാരത്തിൽ വന്നപ്പോ BJPക്ക് 33% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ത്രികോണ മത്സരത്തിൽ അത്രയൊക്കെ മതി, അത് മനസ്സിലാക്കിയാൽ നന്ന്.